തൊട്ടതെല്ലാം പൊന്നാക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാൽ തൊട്ടതെല്ലാം പിഴയ്ക്കുക എന്നൊരു പുതിയ പഴഞ്ചൊല്ല് സൃഷ്ടിക്കേണ്ട കാലമാണിതെന്ന് തോന്നുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ്റെ സർക്കാർ തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തി ആവശ്യത്തിന് ചീത്തപ്പേര് സമ്പാദിച്ചു. അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് അവിടെയും പച്ചയായ കൊള്ള നടന്നിരിക്കുന്നു എന്ന് ജനം അറിഞ്ഞത്. കട്ടിലും മെത്തയും വാങ്ങിയത് തുടങ്ങി ആഹാരത്തിൻ്റെ കാര്യത്തിലും അയ്യപ്പൻ്റെ പ്രസാദമായ അരവണ അടിച്ചു മാറ്റിയ വിഷയത്തിലും ഒക്കെ പിണറായി സർക്കാർ നാണം കെട്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ട് കോടതി വിധി പറഞ്ഞിരിക്കുന്നു, ഉത്തരവിട്ടിരിക്കുന്നു. 2026 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സർവേക്കാണ് കേരള സർക്കാർ തുടക്കം കുറിച്ചത്. അതിലേക്ക് ഒരു പോർട്ടൽ രൂപീകരിച്ച് അതുവഴി വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്തു. ഏതാണ്ട് 5000-ലധികം വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വോളണ്ടിയർമാർക്ക് ശമ്പളം കൊടുക്കാനും സർവേ നടത്താനും ഒക്കെയായി സർക്കാരിൽ നിന്ന് 20 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. എന്നാൽ ഇതിന് ബജറ്റ് അലോക്കേഷനോ ധനകാര്യ അനുമതിയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് കോടതി ഈ സർവേ റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് നൽകിയ ഹർജിയിലാണ് കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് നിരവധി ഹർജികൾ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അതുപോലെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസും മറ്റൊരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജികളിന്മേലെല്ലാം വാദം കേട്ടിട്ടാണ് കോടതി ഇപ്പോൾ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്താണ് നവകേരള സർവേ? അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയോ? സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് വേണ്ട വിധത്തിൽ എത്തിക്കാനായോ? തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അടങ്ങുന്നതാണ് ഈ സർവേ. ഇനി വരാൻ പോകുന്ന കാലത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സർക്കാരിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇതൊക്കെയാണ് ഈ സർവേയിലെ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളുമായിട്ട് 5000-ലധികം വോളണ്ടിയർമാർ കേരളത്തിലെ 80 ലക്ഷം വീടുകളിൽ എത്തുന്നു. അവിടെ നിന്ന് വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഈ ഡാറ്റ സർക്കാരിന് കൈമാറും. സർക്കാർ ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ഇതൊക്കെയാണ് ഈ സർവേയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ. പ്രതിപക്ഷം ശക്തിയുക്തം ഈ ഒരു സർവേയെ എതിർത്തിരുന്നു. അത് UDFും BJPയും ഒക്കെ അതിശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സർക്കാർ കരുത്തോടെ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു. എന്നാൽ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയെപ്പോലും തോൽപ്പിക്കുന്ന സാഹചര്യമുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉള്ള പിണറായി സർക്കാർ ഈ കേസിലും അപ്പീൽ പോകുമെന്നാണ് തോന്നുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ ഒരു പുതിയ കാര്യമല്ല. ഏത് കേസിലും തിരിച്ചടി നേരിട്ടാൽ ഉടൻ അവർ അപ്പീൽ കൊടുക്കും. ആ അപ്പീൽ സുപ്രീം കോടതിയിൽ ചെന്ന് അതിന്മേൽ വീണ്ടും വാദം നടന്ന് അവിടെയും തിരിച്ചടി വാങ്ങിച്ചാലും സർക്കാരിന് കൂസലുണ്ടാകില്ല. പുതിയ ഒരു പേരിൽ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവർ കൊണ്ടുവരും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു തിരിച്ചടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. വലിയ തകർച്ചയാണ് LDF സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ജനങ്ങളെ കയ്യിലെടുക്കാൻ, അവരുടെ ആ വെറുപ്പും അകൽച്ചയും വിദ്വേഷവും, സർക്കാരിനെതിരെ അതിരൂക്ഷമായ
വിമർശനമാണ് ജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും അകൽച്ചയും ഇല്ലാതാക്കാൻ ഈ സർക്കാർ കാണിച്ചു കൂട്ടുന്ന എല്ലാം, ഏതു പ്രവൃത്തിയും പരാജയത്തിലേക്ക് എത്തുകയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തി പുലിവാല് പിടിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ആ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഈ അയ്യപ്പ ഭക്തരുടെ വിരോധം, വെറുപ്പ് കഴുകിക്കളയാനാണ് സർക്കാർ ശ്രമിച്ചത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ 2018-19 കാലത്ത് നടത്തിയ മുഴുവൻ പ്രവർത്തനങ്ങളും അവർക്ക് വലിയ തിരിച്ചടിയായി മാറി. കാലം ചെല്ലുന്തോറും അതിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു. നമുക്കറിയാം, വീഞ്ഞ് പഴകുന്തോറും വീര്യം കൂടും എന്ന് പറയുന്നത് പോലെ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നടപടികൾ അത് കാലം മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ വീര്യം, ശക്തി കുറഞ്ഞു വരികയല്ല ചെയ്തത്, കൂടിക്കൂടി വരികയാണ് ചെയ്തത്. ജനങ്ങളുടെ, പ്രത്യേകിച്ചും അയ്യപ്പ ഭക്തരുടെ കടുത്ത എതിർപ്പാണ് പിണറായി സർക്കാർ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റൊരു വലിയ ഇടുത്തിയായി സർക്കാരിൻ്റെ മേൽ പതിച്ചു. അവിടെ സർക്കാരിന് ഈ പറയുന്നത് പോലെ മുന്നിൽ വയ്ക്കാൻ ന്യായീകരണങ്ങളൊന്നും തന്നെ ഇല്ല. സർക്കാരുമായി ബന്ധപ്പെട്ട, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഒന്നൊഴിയാതെ ഈ കൊള്ളയിൽ പങ്കുചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ജനത്തിന് മനസ്സിലായത്. അത് മുൻ ദേവസ്വം മന്ത്രി മുതൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വരെയുള്ളവർ സകലമാന പേരും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, SIT അന്വേഷണത്തിൽ എത്ര കിലോ സ്വർണം അവിടുന്ന് നഷ്ടപ്പെട്ടു എന്ന് പോലും കൃത്യമായി കണ്ടെത്താൻ സാധിക്കാത്ത വണ്ണം ആ കേസ് ദുരൂഹമായി തുടരുന്നു. കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കണമെന്ന ആവശ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഹൈക്കോടതി ആ കേസ് ഹർജികൾ പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ അതിനെല്ലാം ഉപരി ഒരു സർവേയിലൂടെ ജനങ്ങളുടെ വിരോധം, അവരുടെ എതിർപ്പ് മറികടക്കാം എന്ന് കരുതിയ സർക്കാരിന് അമ്പേ പിഴച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും പിണറായി സർക്കാരിൻ്റെ നടപടികളെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ പണം ഈ പറഞ്ഞതുപോലെ ബജറ്റ് അലോക്കേഷനോ ധനകാര്യ അനുമതിയോ ഇല്ലാതെ തോന്നിയതുപോലെ എടുത്ത് ചെലവഴിക്കാം എന്നാണ് സർക്കാർ കരുതിയത്. ആ ഒരു സർക്കാരിൻ്റെ മുഷ്കിനാണ് മുഖത്ത് അടി കിട്ടിയതുപോലെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഈ സർക്കാർ ഇതുകൊണ്ടൊന്നും പഠിക്കുമെന്ന് തോന്നുന്നില്ല. അവർ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ ഗിമ്മിക്കുകളുമായി രംഗത്ത് വരുമെന്ന് തീർച്ചയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊക്കെ ചൊല്ലുണ്ടെങ്കിലും നീതിന്യായ വ്യവസ്ഥ അങ്ങനെയൊന്നും എളുപ്പത്തിൽ ആർക്കു മുന്നിലും തോറ്റുകൊടുക്കില്ല. അതിനെ തോൽപ്പിക്കാൻ അത്ര പെട്ടെന്നൊന്നും ആർക്കും സാധിക്കില്ല. കാരണം സത്യത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നഗ്നമായ ഒരു നിയമ ലംഘനം അത് കോടതി ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഈ പറഞ്ഞ തരത്തിൽ ബജറ്റിൻ്റെ അലോക്കേഷനോ അല്ലെങ്കിൽ ധനകാര്യ അനുമതിയോ ഒന്നുമില്ലാതെ തോന്നിയതുപോലെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ചെലവഴിക്കാം എന്ന് ഏത് സർക്കാർ കരുതിയാലും അത് തെറ്റാണ്. അതിന് കനത്ത തിരിച്ചടി ലഭിക്കുമെന്ന് തീർച്ചയാണ്. അത് ഇപ്പോൾ നീതിന്യായ കോടതിയിൽ നിന്നാണ് ഈ തിരിച്ചടി കിട്ടിയതെങ്കിൽ താമസം വിന ജനകീയ കോടതിയിൽ നിന്നുകൂടി ഇതിൻ്റെ തിരിച്ചടി കിട്ടുമെന്ന് സർക്കാരും സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഓർമ്മിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.